റിഫ മെഹ്നുവിനെ നമ്മൾ ആരും മറന്നിട്ടുണ്ടാകില്ല. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിരുന്ന രണ്ട് വ്യക്തികളാണ് റിഫ മെഹ്നുവും ഭർത്താവും മെഹനാസ് മെഹ്നുവും. ദുബായിൽ സെറ്റിൽഡായ ഇവർ റീൽസുകളിലൂടെയും ബ്ലോഗുകളിലൂടെയും ഒക്കെ ജനങ്ങൾക്ക് സുപരിചിതരായിരുന്നു. എന്നാൽ പെട്ടെന്നാണ് റിഫയുടെ മരണം പുറം ലോകം അറിയുന്നത്. ദുബായിൽ അവർ താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ തന്നെ ഈ പെൺകുട്ടിയെ ആത്മഹത്യ ചെയ്തതായി കണ്ടെത്തുകയായിരുന്നു. ഈ ആത്മഹത്യക്ക് പുറകിൽ അവരുടെ ഭർത്താവായ മെഹനാസ് തന്നെയാണെന്ന് കരുതപ്പെടുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചകളും അന്വേഷണങ്ങളൊക്കെ നടന്നിട്ടുള്ളതാണ്. ഈ റിഫയുടെ മരണത്തിന് ശേഷമാണ് മെഹനാസ് അവരോട് ചെയ്തിട്ടുള്ള ഓരോ ക്രൂരതകളും അവരുടെ റിലേറ്റീവ്സ് വഴി സോഷ്യൽ മീഡിയയിലൂടെ പുറം ലോകം അറിയുന്നത്. എന്നാൽ ഇപ്പോൾ റിഫ മരിച്ചിട്ട് ഏകദേശം 2 വർഷം തികയുമ്പോൾ മെഹനാസ് വീണ്ടും വിവാഹിതനായിരിക്കുകയാണ്. സഫ മെഹ്നുവാണ് മെഹനാസിന്റെ പുതിയ വധു. ഇവർ രണ്ടുപേരും ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ കുറച്ച് ദിവസങ്ങളായി അവരുടെ ചാനലുകളിലൂടെയൊക്കെ അവർ പുറത്തു വിട്ടിട്ടുണ്ട്. നമ്മൾ അതെല്ലാവരും കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഈ വീഡിയോസിലൊക്കെ ആ പെൺകുട്ടി അവരുടെ മുഖം പബ്ലിക്കായിട്ട് റിവീൽ ചെയ്യാതെയാണ് വന്നിരുന്നത്. ഒരുപക്ഷെ ഇത്രയും കാലം മെഹനാസിന്റെ കൂടെ റിഫയെ അഭിമുഖീകരിക്കുന്ന ജനങ്ങൾ എങ്ങനെ സഫയെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യും എന്നൊരു ഭയം കൊണ്ടാകാം. ഒരുപക്ഷെ അത് തന്നെയായിരുന്നു നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ പിന്നീട് അവരിപ്പോൾ അടുത്ത 2 ദിവസങ്ങളായൊക്കെ വീഡിയോസും ബ്ലോഗുകളൊക്കെ ചെയ്തു തുടങ്ങി. സാധാ മുഖമൊക്കെ റിവീൽ ചെയ്തിട്ട് ബ്ലോഗുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇവർ ചെയ്യുന്ന ഈ വീഡിയോസിനൊക്കെ ജനങ്ങൾ ഇവർക്ക് ഒരുപാട് കമൻറ്റുകൾ ഇടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് പല അഭിപ്രായങ്ങളും ചോദ്യങ്ങളും ഉയർന്നേക്കാം. മെഹനാസിൻ്റെ കൂടെ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ പ്രത്യക്ഷമായി കാണുമ്പോൾ ഇത് മെഹനാസിൻ്റെ ഭാര്യയാണോ, ഇവരുടെ വിവാഹം കഴിഞ്ഞോ, നിങ്ങൾ ഒളിച്ചോടി വന്നതാണോ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കമൻറ്റുകൾ ജനങ്ങൾ ഇടുന്നുണ്ട്. ഈ കമൻറ്റുകൾക്കൊക്കെ അവർ ഒരു റിയാക്ഷൻ വീഡിയോ ഇടുകയുണ്ടായി. ഇതിൽ ആ പെൺകുട്ടി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അവർ ഒളിച്ചോടി വന്നതൊന്നുമല്ല, നിയമപരമായി രജിസ്റ്റർ ചെയ്ത് നിക്കാഹ് ചെയ്തിട്ടാണ് ഒരുമിച്ച് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. കൂടാതെ ആ പെൺകുട്ടി പറയുന്നത് മെഹനാസ് നിരപരാധിയാണ്, അവന് കുറ്റക്കാരനാക്കുന്നതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്ത് തെളിവാണുള്ളത് മെഹനാസ് നിരപരാധിയാണ് എന്നതിന്? കോടതിയിൽ ഇന്നും ആ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. കോടതി ആ കേസിന് ഇതുവരെ വിധി പറഞ്ഞിട്ടില്ല. റിഫയുടെ മാതാപിതാക്കൾ ഇന്നും ആ പെൺകുട്ടിയുടെ നീതിക്കായി കാത്തിരിക്കുന്നുണ്ട്. റിഫ മരിച്ചിട്ട് ഏകദേശം 2 വർഷം തികഞ്ഞിരിക്കുകയാണ്. അപ്പോഴേക്കാണ് മെഹനാസ് പുതിയ വിവാഹം കഴിക്കുന്നത്. അവൻ്റെ കുഞ്ഞിനെ ഒന്ന് ആലോചിക്കാമായിരുന്നു, അസാനു മോനെ. ജനങ്ങൾ ഒരുപാട് കമൻ്റ് ഇടുമ്പോൾ അസാനുവിനെ കുറിച്ചൊക്കെ കമൻ്റ് ഇടാൻ തുടങ്ങിയപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞൊരു വാക്കുണ്ട്, അസാനുവിനെ നമ്മൾ വീട്ടിൽ പോയി അവരെ വീട്ടിലേക്ക് കൊണ്ടുവരും, അവരെ കൂടെ ജീവിപ്പിക്കും എന്നൊക്കെ. നമുക്കറിയില്ല അത് അവർ ചെയ്യോ ചെയ്യാതിരിക്കുമോ എന്ന് നമുക്കറിയില്ല. ചെയ്താൽ നല്ലത്. അതൊരു ചെറിയ കുട്ടിയാണ്, ഒരു ഉപ്പാൻ്റെ സ്നേഹം കിട്ടി വളരേണ്ട ഒരു കുട്ടിയാണത്. ചെയ്താൽ നല്ലത്. ഇതിനിടയിൽ മെഹനാസിൻ്റെ കൂട്ടുകാരൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വരികയുണ്ടായി. നമ്മളെല്ലാവരും അത് കേട്ടിട്ടുണ്ടാവും. ആ വോയിസ് ക്ലിപ്പ് കേട്ടാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാവും മെഹനാസിൻ്റെ സ്വഭാവം എന്താണെന്ന്. അതിൽ അയാൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. റിഫയോടൊപ്പം ഒരു ദാമ്പത്യ ജീവിതം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മെഹനാസിന് റിലേഷൻഷിപ്പുകൾ ഉണ്ടായിരുന്നു എന്ന്. ഈ റിലേഷൻഷിപ്പ് ആരുമായിട്ടാണെന്ന് അയാൾക്കറിയില്ല, നമുക്കറിയില്ല. ചിലപ്പോൾ ഒരുപക്ഷെ ഈ സഫ എന്ന പെൺകുട്ടിയാകാം, അല്ലായിരിക്കാം. ഈ റിലേഷൻഷിപ്പിലുള്ള പെൺകുട്ടിയെ കാണാനായി അവൻ ഇടയ്ക്കിടെ എറണാകുളത്ത് പോകാറുണ്ടെന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വോയിസ് ക്ലിപ്പ് പുറത്തുവിടുകയുണ്ടായി. എനിക്ക് ഇതിലൊന്നേ പറയാനുള്ളൂ, ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കുക. പെൺകുട്ടികളുടെ ജീവിതം എന്ന് നിങ്ങളുടെ ഉരുളം കയ്യിലിട്ട് അമ്മാനമാടാനുള്ളതല്ല. എല്ലാവർക്കും ഉണ്ട് അവനവൻ്റെ ലൈഫ്, അതിൻ്റെതായ വാല്യൂസ്. ഇനി സഫയോട്, നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളുടെ ഡിസിഷനാണ്, എല്ലാം നിങ്ങളുടെ തീരുമാനങ്ങളാണ്. എങ്കിലും ബി കെയർഫുൾ. ഒരു സോഷ്യൽ മീഡിയ ലൈഫല്ല റിയൽ ലൈഫ് എന്നത് അക്ഷരാർത്ഥം നമുക്ക് കാണിച്ചു തന്ന ഒരു പെൺകുട്ടിയായിരുന്നു റിഫ മെഹ്നു. ഇനി ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കട്ടെ. ഇനി മെഹനാസിനോട് പറയാനുള്ളത്, നിന്നെ വിശ്വസിച്ച് നിന്റെ പാസ്റ്റുകളെല്ലാം അക്സെപ്റ്റ് ചെയ്ത് നിന്നോടൊപ്പം ജീവിക്കാനായി ഇറങ്ങി തിരിച്ചവളാണ് സഫ എന്ന പെൺകുട്ടി. ഇനി ആ പെൺകുട്ടിയെ റിഫയോട് കാണിച്ചതുപോലെയുള്ള ഒരു ചതി ആ പെൺകുട്ടിയോട് കാണിക്കാതിരിക്കുക. മെഹനാസും സഫയും അവരുടെ ഡെയിലി ലൈഫിൻ്റെ നിരവധി ബ്ലോഗുകളൊക്കെ ഇപ്പോൾ അവരുടെ ചാനലുകളിൽ ഇടുന്നുണ്ട്. അവരുടെ ഷോപ്പിങ്ങും അവരുടെ എല്ലാ ഹാപ്പിനെസ്സും അടങ്ങുന്ന ഒരുപാട് വ്ളോഗുകളൊക്കെ ഇടുന്നുണ്ട്. നല്ലതാണ് അവരുടെ ഇനി അങ്ങനത്തെ ജീവിതം അങ്ങനെ നന്നായി തന്നെ മുന്നോട്ട് പോയിക്കോട്ടെ. ബട്ട് ഇതിൽ ആർക്കാണ് ഇപ്പോൾ നഷ്ടമുണ്ടായത്? റിഫക്ക് മാത്രം. അവനെ വിശ്വസിച്ച് അവൻ്റെ കൂടെ ജീവിക്കാൻ ഒരുങ്ങിയ റിഫ എന്തിനാണ് ഇങ്ങനെ
എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ആത്മഹത്യ എന്നൊരു ഓപ്ഷൻ ഒരിക്കലും തിരഞ്ഞെടുക്കരുത്. എന്താണെങ്കിലും അതിനെ എല്ലാം മറികടന്ന് നമ്മൾ മുന്നോട്ട് പോവുക തന്നെ വേണം. അതിന് റിയാക്ട് ചെയ്യണം. നമ്മൾ ആത്മഹത്യ ചെയ്താൽ ആർക്ക് പോയി, നമുക്ക് പോയി. അവർ ഇപ്പൊ കണ്ടില്ലേ, ഏകദേശം 2 വർഷം തികയുമ്പോൾ അവൻ വീണ്ടും വിവാഹം ചെയ്ത് സന്തോഷമായി ജീവിക്കുന്നു. അവളുടെ കുഞ്ഞിനും അവളുടെ വീട്ടുകാർക്കും മാത്രമാണ് ഇതിൽ നഷ്ടമുണ്ടായത്. ഇനി ഒരിക്കലും ഒരു പെൺകുട്ടിക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ.